എടുത്തു കൊടുക്കടാ. കളിച്ചിന് മകളൊക്കെ കളിച്ചിന് മകളൊക്കെ ചെറിയ പെരുന്നാൾ സമ്മാനം അങ്ങനെ ലഭിച്ചിരിക്കുകയാണ് ഗൈസ്. ഈ സാധനം ഞാൻ തലയിൽ വെക്കുന്ന സാധനം അന്ന് ഒരു ദിവസം ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാട്ടോ. എനിക്ക് ആ സാധനം കിട്ടിയിട്ടില്ല. ഉമ്മിച്ച് തലവേദന എടുക്കുമ്പോൾ ഇതിങ്ങനെ നെറ്റിയിൽ വെക്കും. ഞാൻ ഒരു വിറകെടുത്ത് വെച്ചിട്ട് വെട്ടാൻ പെട്ട പാട്. ലാസ്റ്റ് കുറച്ചായപ്പോഴത്തേക്കും ചവിട്ടി പിടിച്ചു. അല്ല ലാസ്റ്റ് കുറേ വെട്ടുപിടിട്ട് നടക്കണം. ലാസ്റ്റ് ചവിട്ടി പിടിച്ചു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അത് ഓക്കെ ആയി വന്നു അല്ലേ. അതിൻ്റെ ഒരു നാക്ക് പഠിച്ചു വന്നു. ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് പതിവ് പോലെ റംദാൻ വ്ളോഗാണ് കേട്ടോ. സോ ഇടയത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ്. എൻ്റെ ഒപ്പം തന്നെ നിധിക്കുട്ടി എഴുന്നേറ്റ്. പിന്നെ ഉമ്മിച്ചെടുത്തുകൊണ്ട് അവളെ ഉറക്കി അപ്പുറം റൂമിൽ തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഉണ്ടാക്കാനൊന്നുമില്ല. അതുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവാം. ഓക്കെ. അഫി സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. നിധിക്കുട്ടി അപ്പുറയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറാട്ടോ കഴിക്കുന്നത്. പ്രത്യേകിച്ച് പലഹാരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചോറ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചതേ. ഇത് എന്ത് കറിയാണ്? അത് ചക്കക്കുരു കറി കേട്ടോ. പിന്നെ ഇത് ഇന്നലത്തെ ബീഫ് കറിയാണ്. അപ്പം ഇന്ന് നമുക്ക് ചോറ് കഴിക്കാം. ഗ്യാസൊക്കെ തീർന്നിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ്. എത്ര മണിക്കൂറെ ചായ വെച്ചിട്ട് വെച്ചതെന്നറിയാം. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോഴും ചായ തിളക്കണമെന്നില്ല. വിറകൊക്കെ വെറുതെ കത്തിപ്പോകുന്നു ഗൈസ്. എന്ത് പ്രശ്നമാണോ ഗ്യാസ് ഇല്ലാത്തത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് ഇടാനുള്ള ഷോർട്സ് ഒന്ന് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ട്. അത് ചെയ്യണം. പിന്നെ പിന്നെ ഇക്കായൊക്കെ ഇന്ന് വരും കേട്ടോ. അപ്പോൾ അവർ ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചപ്പോഴത്തേക്ക് പെരുമ്പാവൂർ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പം ഒരു പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പം കിടക്കലും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തോ. ഇപ്പോൾ ഇത്രയും അതായത് നോമ്പ് തീരാനായല്ലോ. ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് ലേറ്റായി പോയിട്ടോ. ലേറ്റായി പോയെന്ന് വെച്ചാൽ നമുക്കൊരു കല്യാണം വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പം ഞാനും ചിന്നും ഒരുമിച്ച് പോകാമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിന്നു. എനിക്ക് ഫ്രീ ആവുന്ന സമയത്ത് അവൾക്ക് ഫ്രീ ഉണ്ടാവില്ല. അവൾക്ക് കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടാകും. പിന്നെ അവൾ ഫ്രീ ആയിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ അതും ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ വന്ന് ആദ്യം പോയി എടുക്കണമെന്ന് വിചാരിച്ചാണ് ലാസ്റ്റായി. അങ്ങനെ ഇന്നലെയാണ് പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നത്. പോയിട്ടുണ്ട് പൊന്നേ മതി. സത്യത്തിൽ ഞങ്ങൾ പോയതിന് ശേഷമാണ് കട തുറക്കുന്നത്. ഇവിടുന്ന് അഫീനെ വിട്ട ഉടനെ തന്നെ ബസ്സിൽ കയറിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ആ ബസ്സിന് അവളും കയറി. പിന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഷോപ്പിന് മുമ്പിലെത്തുമ്പോഴത്തേക്കും ഷോപ്പ് തുറന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ മാത്രമല്ലായിരുന്നു, വേറെ കുറച്ച് ആൾക്കാർ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഷോപ്പ് ഓപ്പൺ ആയി. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ പോയി. എത്ര സമയം എടുത്തു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ബാവാസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു പറ്റില്ല, നിങ്ങളെടുത്ത് ഫോട്ടോ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ നോക്കി മടുത്തു. 1-2 ട്രൈ ചെയ്തു. പക്ഷെ ഒരു തൃപ്തി ആവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവനെ വിളിച്ചു പറഞ്ഞു എന്തായാലും നീ വന്നേ പറ്റുള്ളൂ എന്ന്. പിന്നെ ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വന്നു. അങ്ങനെ ഒരു 2 ഡ്രസ്സ് ഇട്ടു. അതിലൊരെണ്ണം ഫിക്സ് ചെയ്തു. സെയിം തന്നെയാണ്, അതായത് സെയിം കളറും സെയിം പാറ്റേൺ തന്നെയാണ് ഞങ്ങൾ എടുത്തത്, യൂണിഫോം പോലെ. അപ്പം അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ കളർ ചേഞ്ച് അല്ലെങ്കിൽ പാറ്റേൺ ചേഞ്ച് അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ സെയിം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും എടുത്ത കേട്ടോ. അപ്പോൾ
എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്ക് ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞാണ് ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 9 മണിയുടെ ബസ്സിന് ഞാൻ ഇവിടെ നിന്ന് പോയതാണ്. പക്ഷെ വന്നപ്പോഴത്തേക്കും 3:30 4 മണിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ആ ഒരു ടൈമായി ഇവിടെ വന്ന് കയറിയപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ വന്നിട്ടാണെങ്കിൽ തലവേദന എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു. അവൾ സത്യത്തിൽ ഇന്നലെ ഹോസ്പിറ്റലിൽ വരെ പോയി തലവേദനയും ഛർദിയും കാരണം. ആ ഒരു നടന്നു എന്ന് പറയാൻ പറ്റില്ല. ബാവാസ് വന്നതുകൊണ്ട് അവൻ കാറും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് മറ്റേ ഷോപ്പിലേക്ക് നമ്മൾ കാറിനാണ് പോയത്. ആകെ കുറച്ച് വെയിൽ കൊണ്ടത് ആ സ്റ്റാൻഡിൽ നിന്ന് ഷോപ്പിലേക്ക് നടന്നപ്പോഴും പിന്നെ ജസ്റ്റ് ബസ് കയറാൻ വേണ്ടിയിട്ടൊന്ന് റോഡ് ക്രോസ് ചെയ്ത് അത്രേ വെയിൽ കൊണ്ടുള്ളൂ. എന്നാലും എന്തൊരു തലവേദനയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമ്പൊന്നും വെച്ചോണ്ട് ഈ പർച്ചേസിങ്ങിന് പോയ ഷോപ്പിങ്ങിന് പോയതൊന്നും നടക്കുന്ന കേസല്ല. അത്രയും മടുപ്പായിരിക്കും. നോമ്പ് മുറിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, ഇത്ര ദൂരം പോകാൻ അത് നടക്കില്ലല്ലോ. എന്തായാലും പോയി എടുത്തു വന്ന ആ ഒരു സംഭവം കഴിഞ്ഞു. അതുകൊണ്ടൊരു ഭയങ്കര ആശ്വാസമുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഇക്ക വരുമ്പോഴത്തേക്കും ആ ഒരു പെരുന്നാൾക്കോടി ഞാൻ ഇക്കാക്ക് വേണ്ടി എടുത്ത് പെരുന്നാൾക്കോടി കൊടുക്കാമെന്ന് വിചാരിക്കണം. അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെ പോയിട്ട് ചേഞ്ച് ചെയ്യണമെന്നാണ് വിചാരിക്കണേ. പിന്നെ ആ ഡ്രസ്സ് പെരുന്നാളിനിടുമോ അതിനിപ്പോൾ ഞാൻ പറഞ്ഞ കല്യാണത്തിന് ഇടുമോ എന്നുള്ളതും അറിയില്ല. അത് ഇക്ക ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ പെരുന്നാൾ കോടിയൊക്കെ എടുത്തോ, എന്താ ഡ്രസ്സാണ് എടുത്തതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് അവരൊരു 6:15 ആയ സമയത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇക്ക ഇത് ഏതോ ഒരു ഉത്സവത്തിന് പോയപ്പോഴത്തേക്കും നിധിക്കുട്ടിക്ക് വാങ്ങി വെച്ച പാവയായിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വീഡിയോ കോളിൽ അവളെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ പാപ്പീനെ വിളിച്ച് പാവാ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അത് അവൾക്ക് കയ്യിൽ കിട്ടാൻ പോവാണ്. അപ്പോൾ അഫിയാണെങ്കിൽ ഇക്ക വന്ന് അവിടെ കിടന്ന സമയത്ത് തന്നെ ആൾ എഴുന്നേറ്റിട്ടുണ്ട്. എന്തായാലും നിധിക്കുട്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. പാവം ഉണ്ടെന്നല്ലേ ചോദിക്കേ? എടുത്തു കൊടുക്കടാ. കളിച്ചിന് മകളൊക്കെ കളിച്ചിലാന്ന് കേട്ടല്ലോ. അഫിക്ക് സത്യത്തിൽ വാപ്പിയൊന്നും വന്ന കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ണു തുറന്ന് പെട്ടെന്ന് വാപ്പീനെ കണ്ടപ്പോഴത്തേക്ക് ആളും ഞെട്ടിപ്പോയിട്ടോ. എന്തായാലും അവൻ്റെ പുതിയ ഷൂ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവന് പെരുന്നാക്കോടി എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ പഴയ ഷൂ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. പെരുന്നാക്കോടിയുടെ കാര്യം എന്താണെന്നറിയില്ല, ആൾ വിട്ടുപോയിന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അത് കാണാവുന്നിടത്തല്ല, അലമാരിൽ കയറ്റി ഭദ്രമായിട്ട് വെച്ചേക്കാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് അതിനെക്കുറിച്ച് ഓർക്കാതിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇക്ക കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ, ക്ഷീണം കാരണം ഇത്ര ദൂരം വണ്ടി പിടിച്ച് വന്നതാണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം ചുട്ടെടുക്കുക കേട്ടോ. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാം നമ്മളിപ്പോൾ അടുപ്പിലാണ് ബാക്കി പണികളൊക്കെ. അങ്ങനത്തെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അതിന്നിപ്പം ഉച്ചക്കത്തേക്ക് കഴിക്കാൻ കൊടുത്തു വിടാന്നാണ് കേട്ടോ വിചാരിക്കണേ. പണ്ടൊക്കെ നമ്മൾ മഞ്ചിക്കൽ വീട്ടിലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ അടുപ്പിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഗ്യാസൊക്കെ അങ്ങനെ കുറവാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലും കുറേയൊക്കെ അടുപ്പ് ഉപയോഗിക്കുമായിരുന്നു. ഇവിടെ വന്നേ പിന്നെ ഇതുവരെ ഈ അടുപ്പ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എന്തായാലും നമുക്കിത് കത്തിച്ചല്ലേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. കറക്റ്റ് കറണ്ട് പോവുകയും ചെയ്തു അവിടെ ഇരുന്ന് അപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ അവന് കൊടുത്തുവിടാനുള്ളതൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓറഞ്ചാണ് കേട്ടോ പൊളിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ നേരത്തെ ചുട്ടെടുത്ത് അപ്പം ഒരു 2 വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു, അങ്ങനെ അതും വെച്ച് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നിധിക്കുട്ടി അവിടെ നിന്നൊക്കെയോ ആ തൊപ്പിയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്തോ പാത്രത്തിൽ എന്തോ ഇട്ട് കഴിക്കുന്ന കേട്ടോ കാണുന്നത്. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സും പിന്നെ രാവിലെ കഴിക്കാനുള്ളതും എടുത്തു വെച്ചു. അതുപോലെ ചൂടുവെള്ളമൊക്കെ എടുത്തു വെച്ചു. പിന്നെ എല്ലാം ഒന്ന് ടവലിൽ പൊതിഞ്ഞിട്ട് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവന് ചെറുതായിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ്. അഫീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നേരത്തെയാണ്. ഇന്ന് നമ്മളെല്ലാവരും നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് എല്ലാ പരിപാടിയും നേരത്തെ കഴിഞ്ഞു. ആപ്പിയൊക്കെ വന്നുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റില്ല. പിന്നെ നേരത്തെ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പരിപാടിയും നേരത്തെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഇറങ്ങി വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ ഓട്ടമാണ് ഇന്ന്. പിന്നെ നേരത്തെ ഇറങ്ങിയിട്ടും കാര്യമില്ല കേട്ടോ. അവിടെ ഈ വഴിക്ക് പോയി നിൽക്കണ ആരും ഓർക്കുമ്പോൾ പിന്നെ കറക്റ്റ് സമയത്ത് പോയാൽ മതിയല്ലോ എന്ന് ഓർക്കും. അവിടെ ആ കല്ല് ഇട്ടേക്കണത് ഈ വഴി പോയാൽ പോരെ, എന്തിനാ ഇത്?
ഇട്ടിട്ട് തിരിച്ച് പോവാണ്. അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു. വണ്ടി കുറച്ച് മുമ്പിലേക്ക് ഇറക്കി നിർത്തിയേക്കുന്നതാണ് കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനിടാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഇട്ടു. പിന്നെ ക്ലീനിങ്ങിലേക്ക് കിടന്നു കേട്ടോ. ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം റൂമൊക്കെ ഒന്ന് ഫുള്ള് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടതാണ് ഇക്ക വരുന്നതിൻ്റെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ ഇപ്പം കൂടെ തുടക്കലും തൂക്കലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പം നിധിക്കുട്ടിയും കൂടെ പുറത്തേക്കൊക്കെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുന്ന ഒരു പ്രായമായില്ല. അപ്പോൾ എപ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെളിയൊക്കെ ചവിട്ടി കയറ്റും. പിന്നെ ഒന്നാമത് ഈ റൂമിൽ നിന്നാണല്ലോ നമ്മൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ വൃത്തിയായിട്ട് ഇട്ടില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല. അതുകൊണ്ട് എപ്പോഴും തന്നെ ഈ തൂക്കലും തുടക്കലും തന്നെയാണ് പണി. പിന്നെ ഇക്ക എഴുന്നേറ്റ് പോയപ്പോഴേക്കും ഞാൻ ആ ഒരു റൂമൊക്കെ നല്ല ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു കേട്ടോ. പിന്നെ വണ്ടി കഴുകാനുള്ള തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് ഇക്ക. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാലും പുള്ളിക്ക് പെട്ടെന്ന് വണ്ടി കഴുകണം എന്നാൽ മാത്രമേ ഒരു തൃപ്തിയുള്ളൂ. പക്ഷെ നിധിക്കുട്ടി ഉള്ളതുകൊണ്ട് ഇറങ്ങാതെ നിൽക്കുന്നതാണ്. അവൾക്ക് ഒന്നാമത് ചുമയും ജലദോഷം ഉണ്ട്. ഇക്ക വണ്ടി കഴുകാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ അതിനെക്കാട്ടിലും മുമ്പിൽ ഇറങ്ങും. വെള്ളത്തിൽ മൊത്തം കിടന്ന് കളിക്കും, അലമ്പാക്കും. അതുകൊണ്ട് അവൾ ഉറങ്ങിയതിന് ശേഷം വണ്ടി കഴുകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇക്കതെ ഫ്രണ്ടിലിരുന്ന് ആരോ ഫോൺ വിളിക്കുകയാണ്. ഇതാണ് ഞാൻ വാങ്ങിയ ഷർട്ടും പാൻറ്റും. സോ നമുക്കിത് കൊണ്ട് കൊടുക്കാം. ചെറിയ പെരുന്നാൾ സമ്മാനം അങ്ങനെ ലഭിച്ചിരിക്കുകയാണ് ഗൈസ്. സൈസ് പ്രശ്നം എടുത്ത് നോക്കണം കറക്റ്റ് ആണോ. ഓഫ് വൈറ്റ് അത് മറ്റേ അങ്ങനത്തെ ലൂസായിട്ട് കിടക്കുന്ന മോഡൽ ഷർട്ട്. അതുകൊണ്ട് ഇട്ട് നോക്കിയാലേ കറക്റ്റ് അറിയുള്ളൂ. ആവുന്നില്ലെങ്കിൽ മാറാം. അതുകൊണ്ടല്ല, നിങ്ങൾ ലാർജെല്ലാം എടുക്കണേ. ലാർജെല്ലാം എടുത്തോണ്ടിരുന്നേ. ആ ഷർട്ട് ഞാൻ കൊണ്ടുപോയായിരുന്നു. പക്ഷെ അപ്പൊ ഇറക്കത്തിന്റെ ഒരു പ്രശ്നം കണ്ടോണ്ട് ഓരോ കുടിച്ചിട്ടിട്ടോ. പാന്റിന്റെ സൈസ് നോക്കണം. ഇതുവരെ ജീവിതത്തിൽ ഇന്നുവരെ ഇങ്ങനത്തെ കളറില്ല. അത് അതിന് ചേരും. ഓഫ് വൈറ്റ് ആയണ്ട് താങ്ക് യു കൊണ്ടാട്ടി. താങ്ക് യു. കൊണ്ടാട്ടിക്ക് ആയുസ്സും ആരോഗ്യം പഠിച്ചു. ഇനി ഇതുപോലുള്ള ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ട് ഭാഗ്യമുണ്ടാവും. എല്ലാ മാസവും. പാന്റിന്റെ സൈസ് എത്രയാ? പാന്റിന്റെ 38 36. പിന്നെ അത്ര ഒന്നും വേണ്ട. അത്ര വേണോ? വാസിന് വേണല്ലോ 36. അതെ, അപ്പൊ അത് നിങ്ങക്ക് അത്ര വേണ്ടല്ലോ. അതിന്റെ ഇറക്കമൊക്കെ നോക്ക. ഇറക്കമൊക്കെ എനിക്ക് സംശയമാവും മൊത്തം. അല്ല മാറുന്ന ഞാൻ പറഞ്ഞായിരുന്നു. പറ്റില്ല എന്നുണ്ട്. ഭാഗ്യമുണ്ട്. ഇറക്കത്തിന്റെ ഒരു പ്രശ്നം. കറക്റ്റാണോ? കൂടുതലാണല്ലോ. ബെൽറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മറ്റേ കുറവെടുക്കുമ്പോ ഇറക്കം കിട്ടൂലായിരിക്കും. അതുകൊണ്ടാ. അങ്ങനെ ഇക്കാക്ക് എൻ്റെ വക ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന പെരുന്നാക്കോടിയൊക്കെ കൊടുത്തു. പിന്നെ നിധിക്കുട്ടിക്ക് ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുമ്പത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇന്ന് 5C സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അവനോ കണ്ടപ്പോഴത്തേക്കും നിധിക്കുട്ടി അവനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്താണ്. ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇക്ക വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളത് ഇട്ട് നോക്കി. ഞാനത് വാങ്ങിക്കുമ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പാൻറ്റിന് എന്തെങ്കിലും പ്രശ്നം കാണും, ഇറക്കം കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാണും
ആണെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷേ പാൻറ്റ് കറക്റ്റായിരുന്നു, ഷർട്ട് ലെങ്ത് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇട്ടിട്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ന് ഞങ്ങൾ അത് പോയിട്ട് മാറ്റി വാങ്ങിച്ചു. ആ മാറ്റി വാങ്ങിച്ച ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ആ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ കൊടുത്തേക്കാം. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇട്ടിട്ട് നല്ല ചേരുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസയും കൊണ്ട് നമ്മുടെ പാർട്ട്ണർക്ക് ആർക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാത്തിലും ഉപരി നമ്മുടെ പാർട്ട്ണർക്ക് ആകുമ്പോഴത്തേക്കും അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അതിലൂടെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു സന്തോഷത്തിനൊക്കെ മുകളിൽ വെക്കാനൊന്നുമില്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും കാറ് കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കുറേ സമയം പിടിക്കും. ആദ്യം അതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കി പിന്നെ അകമൊക്കെ പയ്യെ പയ്യെ കഴുകി കുറേ സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ അഫീനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല വെയിലാണ്, തല കറങ്ങി പോകുന്നത്. തലവേദനയാണെങ്കിൽ അതിൻ്റെ ബാക്കി. എന്തായാലും അവന് വിളിച്ചോണ്ട് വരട്ടെ. ഈ സാധനം ഞാൻ തലയിൽ വെക്കുന്ന സാധനം അന്നൊരു ദിവസം ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാട്ടോ. എനിക്ക് ആ സാധനം കിട്ടിയിട്ടില്ല. ഉമ്മിച്ച് തലവേദന എടുക്കുമ്പോൾ ഇതിങ്ങനെ നെറ്റിയിൽ വെക്കും. അതിനത് വെക്കുമ്പോൾ എന്തെങ്കിലും ഇതുണ്ടോ, കുറവുണ്ടോ? തലവേദന എടുക്കുമ്പം നേരത്തെ ഞാൻ തുണി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തലവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചാൽ മതി. ഞാൻ ആക്ച്വലി ഇത് പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കേ ഇപ്പോൾ അടിച്ചു വരാനിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ അതവിടെ സേഫ് ആയിട്ടിരുന്നോളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധനം വാങ്ങിയത്. എന്നിട്ടിപ്പോൾ എനിക്കൊരു ഉപകാരമില്ല. അത് ഇടയ്ക്ക് നിധി എടുത്ത് വെച്ചോണ്ട് കിടക്കണം. ഇന്ന് നമ്മൾ എന്നാ ഉണ്ടാക്കണേ? എനിക്ക് എന്നാലും നല്ല ഉപകാരം. അതെ അതെ, ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് വെക്കാറില്ല. ഇന്ന് കിഴങ്ങറിയാ, എന്നും കിഴങ്ങ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പുട്ടും കിഴങ്ങും തന്നെയാണ്. അത് മറ്റേ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കും. ഇതല്ലാതെ വേറെ ഒരു കറിയില്ല കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ. വേറെ വഴിയില്ല, വിറക് കിട്ടാനില്ല, ഗ്യാസും കിട്ടാനില്ല, എന്ത് ചെയ്യും? പിന്നെ കുറച്ച് ബീഫ് കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഉമ്മിച്ച് കിഴങ്ങൊക്കെ അരിഞ്ഞ് കറി വെക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ബീഫ് കറി കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഇന്ന് അസ്രസ്കരിക്കണതിന് മുമ്പ് തന്നെ നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അസ്രസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് നേരത്തെ തന്നെ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തേക്കാമെന്ന് ഓർത്തു. ഇന്നിപ്പോൾ ഫ്രൂട്ട്സ് മുന്തിരിങ്ങയുണ്ട്, തണ്ണിമത്തങ്ങ പിന്നെ എല്ലാ ദിവസവും ഉണ്ട്. അതെല്ലാം ഒന്ന് റെഡിയാക്കി പിന്നെ ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെച്ചു. പിന്നെ നാരങ്ങ വെള്ളം ഒന്ന് കലക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കിഴങ്ങ് വേവിക്കാൻ വെച്ചേക്കുന്നതാണ്. എപ്പോൾ ആവും ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ പാത്രമൊക്കെ കഴുകുന്നൊരു പാടുണ്ട് എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ആരും അത്താഴം കഴിക്കലൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അതുകൊണ്ട് ചോറ് വെക്കലൊക്കെ കുറവാണ്. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ആർക്കെങ്കിലും ചോറ് വേണ്ടി വന്നാലോ എന്ന് ഓർത്ത് കുറച്ച് അരിയും കൂടി ഇട്ടു. ഇതിപ്പോൾ കിഴങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പുട്ടാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട ഇവർക്ക് എന്നും പുട്ടാണല്ലോ എന്ന്. ഒന്നാമത് നമുക്കിവിടെ എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം കറണ്ടില്ലല്ലോ, ഗ്യാസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണല്ലോ എന്ന് ഓർത്തിട്ട് അത് തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് മുമ്പിച്ച് ഇതേ കിഴങ്ങറിയൊക്കെ ഒന്ന് താളിച്ച് അത് റെഡിയാക്കുന്നുണ്ട്. തേങ്ങയൊക്കെ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കിഴങ്ങറി റെഡി ആയിട്ടോ. ഇന്ന് നമ്മുടെ തട്ടിക്കൂട്ട് പുട്ടാണ് ഗൈസ്. ഇന്ന് മാത്രമല്ല, എന്ന് ഗ്യാസ് തീർന്നോ അന്ന് മുതൽ ഇതാണ് നമ്മുടെ മെയിൻ ഫുഡ്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ വിറകടുപ്പിലൊന്നും പറ്റില്ല. ഞങ്ങളുടെ പാത്രത്തിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? അയ്യോ അയ്യോ, എന്ന് വരുമോ ഗ്യാസ്? ബുക്ക് ചെയ്തില്ല? ബുക്ക് ചെയ്തു എന്ന് കിട്ടുമെന്ന് പടച്ചവരറിയാം. നമുക്ക് മറ്റേ ഇൻഡക്ഷൻ കുക്കറും ഇല്ലല്ലോ. പിന്നെ അതിൽ പിന്നെ ഇതൊന്നും വെക്കാനും പറ്റില്ലല്ലോ അല്ലേ. പക്ഷേ ഈ ചായ ചൂടുവെള്ളമൊക്കെ വെക്കായിരുന്നു. ഇതിൻ്റെ അകത്ത് വെക്കുമ്പോഴത്തേക്കും ഈ ചായക്കൊക്കെ ഒരു ചുവയല്ലേവാ, നല്ല രുചിയുണ്ട്. അല്ലല്ല ബാക്കിയെല്ലാം, അതായത് ഫുഡ് ഐറ്റംസ് എല്ലാം ഇതിൽ വെക്കുമ്പോൾ ടേസ്റ്റ് ആട്ടോ. കറിയൊക്കെ അന്ന് കടലക്കറിയൊക്കെ കൂട്ടിയപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം ഈ ഗ്യാസ് തീർന്നു പോയ അന്ന് കടലക്കറി ആയിരുന്നു കേട്ടോ. അത് കൂട്ടിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ്, ഒരിക്കലും ഇല്ലാത്ത പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചായ ഒന്നും പറ്റൂല അതിൻ്റെ അകത്ത്. പറയാ ഇന്നലെ ചക്കക്കുരുമാങ്ങ കറി ചെയ്തപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് സൂചു അജ്മല് വന്നപ്പോ. അത് മാത്രല്ല, അന്ന് ഞാൻ മുട്ട പൊരിച്ചില്ലായിരുന്നോ നോമ്പ് ഇടക്കാലത്തിന് എഴുന്നേറ്റപ്പോ. അതും എന്ത് ഫുഡ് ഭയങ്കര ടേസ്റ്റ്. ഇതിൽ കുറെ നാളിന് ശേഷം കഴിക്കുന്ന അല്ലേലും അങ്ങനെ തന്നെയാണ് അല്ലേ. അടുപ്പിൽ നല്ല ടേസ്റ്റ്. ഇന്നലെ ബീഫ് വെച്ചു, പക്ഷെ വേഗം താമസമാണെങ്കിലും നല്ല രുചി ഉണ്ടായിരുന്നു. പക്ഷെ ചാറ് വറ്റിപ്പോയിട്ട് കുഴമ്പായിരുന്നു. അതിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും ഇത് വേവണ്ടേ, ഇതൊന്നും ആയി വരണ്ടേ. ഇത്
ഒന്നാമത് നമ്മൾ ഈ വീട്ടിൽ വന്ന പിന്നെ അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല. മറ്റേ വീട്ടിലായിരുന്നപ്പോൾ പിന്നെ അല്ലെ കഞ്ഞിയൊക്കെ ആണെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കായിരുന്നു. ഇതിൽ വന്നിട്ട് ആദ്യമായിട്ടാണ്. പക്ഷെ മനുഷ്യനും ആ ഒപ്പം വേവുക. ഞാൻ എന്തോ തലവേദന ഒരു രക്ഷയില്ല. ഇവിടെ എന്നിട്ട് ഇങ്ങനെ വെട്ടുവാണ് തല, ചൂടും വെയിലും പോച്ചിട്ടും അതിന്റെ കൂടെ അതിനോട് വിറയില്ല, അതാണ് മെയിൻ കാരണം. നാളെ വിറകോട്ടാൻ ഞാനും കിട്ടാനും ഇല്ല. ഞാൻ 3 പേരോട് ചോദിച്ചു. ഞാനും ഉമ്മച്ചിയും കഴിഞ്ഞ ദിവസം പോയിട്ട് എന്താണ് വിറക് വെട്ടിക്കൊണ്ട് വന്നു ലൈഫിൽ ആദ്യമായിട്ട്. ശനിയാഴ്ച ഉമ്മച്ചിക്ക് കണ്ണിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് വാക്കത്തി കൊണ്ട് വെട്ടാൻ പറ്റില്ല. ഞാൻ ഒരു വിറക് എടുത്ത് വെച്ചിട്ട് വെട്ടാൻ പെട്ട പാട്. ലാസ്റ്റ് കുറച്ചായപ്പോഴത്തേക്കും ചവിട്ടി പിടിച്ചു. അല്ല ലാസ്റ്റ് കുറെ വെട്ടുപിടിട്ട് നടക്കില്ല, ലാസ്റ്റ് ചവിട്ടി പിടിച്ചു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അത് ഓക്കെ ആയി വന്നു അല്ലേ, അതിന്റെ ഒരു നാക്ക് പഠിച്ചു വന്നു. നാളെ പോണം അടുത്ത പറമ്പില്. പെരുന്നാള് എന്ത് ചെയ്യാം, തെളിവൊന്നും അറിയില്ല. കിട്ടൂല. വിറക് ഇറക്കാൻ വേണ്ടിട്ട് നമ്മള് 1-2 അടുത്ത് അന്വേഷിച്ചായിരുന്നു. പക്ഷെ അതും കണക്കൊന്നും കിട്ടാനില്ല. എന്ത് ചെയ്യാനാ, പെരുന്നാളൊക്കെ കുളമാവണ ലക്ഷണമാണ്. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് നേരത്തെ തന്നെ നാരങ്ങ വെള്ളവും പിന്നെ ഫ്രൂട്ട്സ് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതും കൂടിയാണ് ആവാനുള്ളൂ. പിന്നെ ബീഫ് ഇന്നലത്തെ ഉണ്ട്, അത് ചൂടാക്കി എടുക്കണമല്ലോ ഇത് കഴിയുമ്പോഴത്തേക്കും. ചായ വെക്കണം. ചായ വെക്കാനാണ് ഏറ്റവും പാട്. ഇത് തിളച്ചത് വരണ്ടേ ഒന്ന്. മറ്റേത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് മാറുമ്പോഴത്തേക്കും തിളച്ച് തൂങ്ങി പോകും നോക്കിയിരുന്നില്ലെങ്കിൽ. പിന്നെ സമയമായപ്പോഴേക്കും നാരങ്ങാവെള്ളം ഫ്രൂട്ട്സും എല്ലാം കൊണ്ടുവച്ചു. ഞാൻ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇക്ക എന്തോ എന്ന് പറയുന്നതാണ്. അങ്ങനെ പിന്നെ കറക്റ്റ് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ബാങ്ക് വിളിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം മുമ്പ് പോയിരുന്നു വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അഫി ഇന്ന് നേരത്തെ തന്നെ കിടന്നുറങ്ങി. നിധിക്കുട്ടി പിന്നെ ആ പാവ കിട്ടിയ പിന്നെ അതിൻ്റെ പുറകെ തന്നെയാണ് അതിന് ഫുഡ് കൊടുക്കലും അതിന് ഉമ്മ വയ്ക്കലും ഒക്കെ. ഞാൻ ചോറ് വാരി കൊടുത്തപ്പോൾ ആദ്യം പാവയ്ക്ക് കൊടുക്കാനൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അവൾ സെറ്റായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്ളോഗ് ഈ വർഷത്തെ ലാസ്റ്റ് റമദാൻ വ്ളോഗ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഇനിയിപ്പം ലോങ് വ്ളോഗ് എടുക്കാനുള്ള സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. ഷോർട്സ് എന്തായാലും ഉണ്ടാകും. എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസമായിരുന്നു അല്ലേ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടും വെയിലും അങ്ങനെ അതിൻ്റെ ഒരു ക്ഷീണം. അതുപോലെ തന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്ന പ്രശ്നമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാവരും കാസർഗോഡായിരുന്നു, ഈ പ്രാവശ്യം ഇവിടെയാണ് എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.